നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ഡയറിയുടെ അടുത്തൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. നമ്മുടെ റാഫ് ടോക്ക് സംരംഭത്തിന് 7 വർഷം പൂർത്തിയാവുന്നു. നമ്മൾ 7th ആനിവേഴ്സറിയിലാണുള്ളത്. 2019 ഒരു രാത്രിയിൽ വെറുതെ അങ്ങ് ആരംഭിച്ച ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ വെറും വോയിസ് ഓവറായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയ ഒരു ചാനൽ. ആ ചാനൽ ഇന്ന് 1 മില്യണും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് റാഫ് ടോക്സിനെ ഇങ്ങനെ നിലനിർത്തിയത്. തീർച്ചയായിട്ടും അന്ന് നമ്മൾ ഇത്ര വലിയൊരു ഇത്ര ഉയരങ്ങളിലേക്ക് പോകുമെന്നോ ഇത്ര അധികം ആളുകളുടെ പിന്തുണ ഉണ്ടാവുമെന്നോ ഒന്നും കരുതുന്നില്ലല്ലോ. അന്നിട്ട വീഡിയോകളൊക്കെ പിന്നീട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുമുണ്ട്. എൻ്റെ കാരണമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. 2 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടുപ്പിച്ച് കിട്ടുകയും ഇനി ഒന്നുകൂടി കിട്ടിയാൽ ഇത് സംരംഭം തന്നെ ഒഴിവാക്കി പോകേണ്ടി വരികയും ഒക്കെ തോന്നിയ സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ വെച്ച് വോയിസ് ഓവർ കൊടുത്ത ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. പക്ഷേ ആ ദിവസത്തിനൊന്നും പ്രാധാന്യമുണ്ടല്ലോ. തുടങ്ങിയ ദിവസം അവിടെ നിന്നുള്ളൊരു സ്മോൾ സ്റ്റെപ്പ് ഇന്നിപ്പോൾ നമുക്ക് 3-4 ചാനലുകൾ, റാഫ് ടോക്സ് മലയാളം, റാഫ് ടോക്സ് ക്രിക്കറ്റ്, റാഫ് ഡയറി, റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റ്, റാഫ് ടോക്ക് ക്രിക്കറ്റ് എക്സ്ട്രാ, ഇങ്ങനെയുള്ളൊരു രൂപത്തിലേക്ക് വളർന്ന് പന്തലിക്കുമ്പോൾ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. നിങ്ങളൊക്കെ കട്ടക്ക് കൂടെ നിന്നു എന്നുള്ളതാണ്. എന്നും എപ്പോഴും വളരെ ചെറിയ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് റാഫ് ടോക്സ് ചെയ്യാറുള്ളത്. അത് തന്നെയാണ് ഇന്നിപ്പോൾ 7ാം വാർഷികത്തിൽ നമ്മൾ വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ല. നമ്മുടെ റാഫ് ടോക്സ് ടീമിലുള്ള പാർട്ട്ണർ ഷാഹുൽ, അതുപോലെ നമ്മുടെ കൂടെ കട്ടക്ക് എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന നിഹാൽ, പിന്നെ ഞങ്ങളുടെ ഫാമിലീസ് ഒരുമിച്ചിരുന്ന് ചെറുതായൊന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷം പങ്കിട്ട് പിരിയുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് കൂടി എത്തിക്കുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ 7 കൊല്ലം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതമാകെ മാറ്റിമറിച്ച 7 വർഷങ്ങളാണ്. ഒരു വളരെ ചെറിയ രൂപത്തിൽ ഒരു പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ക്ലാസ്സൊക്കെ എടുത്ത് ഇങ്ങനെ പോയിരുന്ന ഞാൻ വീഡിയോഗ്രഫിയുടെ ബാലപാഠം പോലും അറിയാതെ തുടങ്ങിയ ഒരു ചാനൽ ഇന്നിപ്പോൾ നിങ്ങൾ റാഫ് ടോക്സൊക്കെ എടുത്ത് നോക്കിയാൽ 10-30,000 മുകളിൽ വീഡിയോസ് അത് കാണാൻ പറ്റും. ഒരു തരത്തിലുള്ള ജേർണലിസത്തിൻ്റെ ബാലപാഠം അറിയില്ല, വീഡിയോഗ്രാഫിയുടെ ബാലപാഠം അറിയില്ല. ഷാഹുലാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവനും ഇതിനു മുമ്പ് എഡിറ്റിംഗ് ഒന്നും അതിൻ്റേതായിട്ട് രൂപത്തിൽ പഠിച്ചിട്ടില്ല. ഇതൊന്നുമില്ലാതെയും നമ്മൾ അങ്ങ് ഡെഡിക്കേഷനോടുകൂടി ഇറങ്ങി ഒരു പാഷനോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് റാഫ് ടോക്സ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു എൻകറേജ്മെൻ്റ് ആയിട്ട് എടുക്കാവുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ചുവട് പിടിച്ച് കുറേ ചാനലുകൾ പിന്നാലെ വരികയും ചെയ്തു. എന്തോ മഹാനേട്ടം നേടി എന്നുള്ള തരത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജീവിതത്തിൽ വലിയ സന്തോഷം ഇതിലൂടെ കിട്ടുന്നുണ്ട്. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ കളിയെക്കുറിച്ചുള്ള വാർത്തകൾ നോക്കുന്നു, കളി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. മറ്റു തരത്തിലുള്ള ടെൻഷനുകളൊന്നും ഇല്ലാതെ വളരെ ചെറിയ രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സന്തോഷം. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. ഇനിയിപ്പോൾ വലിയൊരു ചോദ്യമുള്ളത്, ഇനിയും ഇങ്ങനെ ഈ മലയാളത്തിൽ യൂട്യൂബർമാർക്ക് നല്ല കാലമൊക്കെ ഉണ്ടോ, കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ള ജേർണിയുടെ ഓരോ വശങ്ങൾ നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഏതായാലും ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളോട് ഈ ഒരു സന്തോഷം പങ്കിടുന്നു. 7th ആനിവേഴ്സറിയിലാണ് നമ്മളുള്ളത്. കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളും കായിക വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് എന്നും നമ്മളെത്തും. നിങ്ങൾ കട്ടക്ക് കൂടെ കാണണം.